ഞാനിപ്പോൾ ഇരിക്കുന്നത് 2009 മോഡലൊരു ഇന്നോവയിലാണ്. അതായത് 15 വർഷം പഴക്കമുള്ളൊരു ഇന്നോവ. ഇതിൻ്റെ കിലോമീറ്ററാണ് നമ്മൾ അതിശയപ്പെടുത്തുന്നത്. അതായത് 10 ലക്ഷം കിലോമീറ്റർ ഓടിയൊരു വാഹനമാണ്. കാലടി ജംഗ്ഷനിൽ സൂസിയ ബേക്കറി നടത്തുന്ന സാജിച്ചേറിൻ്റെ വണ്ടിയാണ്. 10 ലക്ഷം കിലോമീറ്റർ നിപ്പോൺ ടൊയോട്ട സർവീസ് ചെയ്തു. അവർ കമ്പനിക്കാർ വിളിച്ചു പറഞ്ഞോ നോക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് സാജിച്ചേറിനോട് തന്നെ ചോദിക്കാം. ഈ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ ഇന്നോവയുടെ ഓണറാണ്. ചേട്ടാ, എന്താണ് ഈ പ്രതിഭാസത്തിന്റെ പിന്നിലെ രഹസ്യം? ഇത് 2009 ഈ വണ്ടി എടുത്തത്. ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഓടണ വണ്ടി. ഇപ്പോൾ വേറെ കമ്പനി സർവീസൊക്കെയാണ് വണ്ടി. അപ്പോൾ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ വേറെ വാഹനങ്ങൾ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കമ്പനിയിൽ ഇപ്പോൾ ഇത്തവണ സർവീസിന് ചെന്നപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഇതിൽ അറിവിൽ ആദ്യത്തെ വണ്ടിയാണെന്ന് പറഞ്ഞാണ് അവർ പറഞ്ഞത്. ടൊയോട്ടയിൽ ഓൾ കേരള എല്ലായിടത്തും പോകാറുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ട് ഓട്ടോ അടിക്കണമെന്ന് വെച്ചാൽ എല്ലായിടത്തും ഇപ്പോൾ ശബരിമല, തിരുവനന്തപുരം, പാലക്കാട്, വയനാട് അങ്ങനെ എല്ലാ വസ്തിക്ക് പോയിട്ടുണ്ട് ഈ 5 വർഷത്തിനുള്ളിൽ. കേരളത്തിൽ പുറത്ത് വേളാങ്കണ്ണിയൊക്കെ കിട്ടി പോകാറുണ്ടായിരുന്നു. വണ്ടി ഇതുവരെയായിട്ട് അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു സ്ഥലത്തൊന്നും അങ്ങനെ കിടന്നിട്ടില്ല. ഇതുവരെയായിട്ടും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എഞ്ചിൻ പണിയൊന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എല്ലാ 10,000 ഓയിൽ ചേഞ്ച് ചെയ്തല്ലാണ്ട് സാധാരണ വണ്ടികളൊക്കെ ഓയിലൊക്കെ സെപ്പറേറ്റ് ഒഴിക്കാറുണ്ടെങ്കിലും ഇത് ഇതുവരെയായിട്ട് അങ്ങനെ ഒഴിച്ചിട്ടൊന്നുമില്ല. 10,000 കിലോമീറ്റർ കഴിഞ്ഞാൽ അടുത്ത 10,000 ഓയിൽ ചേഞ്ചിനെ ചെയ്യാറുള്ളൂ. ടൊയോട്ടയിലാണ് സർവീസ് തന്നെ ചെയ്യാറ് എല്ലാ 10,000. ആദ്യമായിട്ട് എടുത്ത് കോളീസാണ്. കോളീസ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഓടിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യം സുഖമൊക്കെയാണ്. അങ്ങനെയാണ് ഇന്നോവ എടുത്തത്. ഇന്നോവയും കുഴപ്പമില്ല, അതേമാതിരി ക്രിസ്റ്റയും കുഴപ്പമില്ല. അത് 1.5 ലക്ഷം കിലോമീറ്റർ ആവണുള്ളൂ. ഇടക്കം ഓടിച്ചിട്ടിരുന്ന ഒരു ജോസ് എന്ന് പറഞ്ഞ ചേട്ടനാ പുതിയക്കരയുള്ള പുള്ളിയാണ് കൂടുതൽ ഓടിച്ചത്. കോളീസ് ഓടിച്ചതും പുള്ളി തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇന്നോവ എടുത്തപ്പോഴും ഓടിച്ചത് ജോസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് പുതിയക്കരയുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഓർത്ത് ഓടിച്ചായിരുന്നു. അവൻ ഗൾഫിൽ പോയപ്പോഴാണ് ഇപ്പോൾ ടോജി ഓടിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ഈ വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഒരു 3.5-4 കൊല്ലത്തോളം ആണ്. ഡ്രൈവിംഗ് തുടങ്ങിയിട്ടോ? ഡ്രൈവിംഗ് തുടങ്ങിയിട്ട് ഒരു 25 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അപ്പം 10 ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ ചേട്ടനാണ് ഇപ്പോൾ ഓടിക്കുമ്പോൾ 3 കൊല്ലം കൊണ്ട് ആയി. അതെ അതെ. അപ്പോൾ എങ്ങനെ അവിടെ ഷോറൂമിൽ ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞേ? ഷോറൂമിൽ അവർ ചെന്നപ്പോൾ ഓണറായിട്ട് സംസാരിച്ചിട്ട് സർവീസിന് ശനിയാഴ്ച ദിവസം ചെന്നായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ തിങ്കളാഴ്ച വണ്ടി കൊണ്ടാവും. ഓണറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. വണ്ടിക്ക് കുറച്ച് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അവർ ചെക്കപ്പ് കാര്യങ്ങൾ നടത്തിയിട്ട് പിന്നെ 10 ലക്ഷം ആയതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് എന്തോ ഒരു ഇതൊക്കെ ഉണ്ട് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ തിങ്കളാഴ്ച കൊണ്ടുപോകാന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ 10 ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്ററിൽ അത്രയും പോയില്ലോ. 999 സ്റ്റക്കായിട്ട് നിന്നു. ഡിജിറ്റൽ മീറ്റർ ആണല്ലോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ മീറ്റർ ചേഞ്ച് ചെയ്യുമോ? എങ്ങനെയായിരുന്നു? അവർ മീറ്റർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. ചേഞ്ച് ചെയ്ത് അപ്പോൾ ഇപ്പോൾ ഈ ചേട്ടൻ ഓടിക്കുമ്പം ഒരു ഈ 15 വർഷത്തെ പഴക്കമോ 10 ലക്ഷം കിലോമീറ്ററോ വണ്ടീനെ പഴക്കമായിട്ട് എനിക്ക് തോന്നണില്ല. ഇതിനകത്ത് വണ്ടിയുടേതായിട്ടുള്ള എഞ്ചിൻ്റെ ഇത് ഇപ്പോഴും നല്ല സ്മൂത്തിങ് തന്നെയാണ്. പാസഞ്ചേഴ്സിനും ചോദിക്കാറുണ്ട് ഏതാ മോഡൽ ഏതാണ്, വണ്ടി നല്ല സ്മൂത്താണല്ലോ എന്നൊക്കെ പറയാറുണ്ട് ഓരോരുത്തരും. ഓരോരുത്തരും ഇങ്ങനെ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറയാനൊരു ഇത്ര കിലോമീറ്റർ ആയി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു അതിശയം പോലെയാണ്. സാറിന് ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മറ്റു വണ്ടികളാണെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം കിലോമീറ്റർ ഇപ്പം സർവീസ് അല്ലെ എഞ്ചിൻ എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ഈ ഇന്നോവയെ സംബന്ധിച്ച് എങ്ങനെയാണ്? അതെങ്ങനെ ചേട്ടൻ ഡ്രൈവർ ഓടിക്കുന്നതോറും 10,000 കിലോമീറ്റർ വരെ സർവീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓയിൽ ചെലവ് അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല വണ്ടിക്ക്. ഇപ്പം മറ്റുള്ള വണ്ടികൾക്ക് ഇങ്ങനെ എത്രയും ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഓയിൽ ചെലവും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇന്നോവയെ സംബന്ധിച്ച് അങ്ങനെ കാണാനില്ല ടൊയോട്ടയുടെ വണ്ടിക്ക്. ഇത് ഏത് പേരിൻ്റെ വണ്ടി? 2.5G. അപ്പോൾ ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? മൈലേജ് നല്ല റോഡ് കൂടെ പോകണമെങ്കിൽ ഒരു 12-14 അടുത്ത് കിട്ടുമായിരിക്കും. 14 കിട്ടുന്നുണ്ടോ ഓട്ടത്തിലൊക്കെ, ലോങ്ങിലൊക്കെ? അതെ അതെ, ലോങ് ട്രിപ്പ് പോകുമ്പോൾ. നമ്മൾ എറണാകുളം സർവീസ് ഭാഗങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഒരു 10-12 അടുത്ത് കിട്ടും. ഒരു 1 ലക്ഷം കിലോമീറ്ററാണ് മീറ്ററിലാക്കിയേക്കണം. 10 ലക്ഷം കഴിഞ്ഞിട്ട് മീറ്റർ ഇപ്പോൾ ഇതാക്കിയത് പുറത്താണ് സീറാക്കിയത്. അവിടെ കമ്പനിയിൽ പുതിയ മീറ്ററാണ് മാറുള്ളൂ അവർ. ഇനിയിപ്പോൾ 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ അടുത്ത 50,000 1.5 ലക്ഷം ആകുമ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറാമല്ലോ. ഈ ഓയിൽ ചേഞ്ചും പിന്നെ അല്ലാണ്ട് ഷോക്ക് ഓബ്സറുകൾ അങ്ങനെ മെക്കാനിക്കൽ എന്തെങ്കിലുമൊക്കെ മാറിയേക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇതൊന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടി ഒന്ന് ഓൾട്ടർനേഷൻ ചെയ്തു, പുതിയ ടൈപ്പ് ഇപ്പോഴത്തെ ടൈപ്പാക്കി, ഷേപ്പ് ന്യൂ ഷേപ്പ്. അന്ന് 2009 ഇറങ്ങുമ്പോൾ മോഡൽ വേറെ ആയിരുന്നു. ഇപ്പോഴത്തെ 2014 ഇന്നോവ നിർത്തുമ്പോഴുള്ള മോഡലാണ് ഇപ്പോൾ ഇതാക്കി. ഫ്രണ്ട് ഗ്രില്ല് ബമ്പറൊക്കെ അങ്ങനെ മാറ്റിയത്. അപ്പോൾ പിന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല 2009 വണ്ടിയാണെന്ന് അറിയാൻ പറ്റില്ല.
പറഞ്ഞാലേ അറിയുള്ളൂ ഇത് 2009 വണ്ടിയാണെന്ന്. പെയിൻറ്റ് ചെയ്തായിരുന്നു, ഓൾട്ടർനേഷൻ ചെയ്തപ്പോൾ പെയിൻറ്റ് ചെയ്തായിരുന്നു. വണ്ടി വേറെ അങ്ങനെ വലിയ കാര്യമായ തട്ടുമുട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി വേറെ കുഴപ്പങ്ങളില്ലാണ്ട് ഓടി ഇത്ര നാൾ നല്ല വണ്ടിയാണ്. പിന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ട് ഉണ്ടായുടെ. അത് 2003 വണ്ടിയാണ്, പക്ഷേ 1,90,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ.